നാം എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഇന്ത്യയുടെ പ്രതികാരാക്രമണം ഇന്ന് അതിരാവിലെ 1:30 പാകിസ്ഥാനിൽ സംഭവിച്ചു. പാകിസ്ഥാനിൽ സാധാരണ 6 മണിക്ക് ഉദിക്കേണ്ട സൂര്യൻ ഇന്നത്തെ ദിവസം 1:30 തന്നെ ഉദിച്ചു. അതിന് കാരണം ഇന്ത്യയുടെ മിസൈലുകളാണ്. അപ്പോൾ ഇന്ത്യ ചെയ്തിരിക്കുന്ന ഈ ആക്രമണത്തിന് ഏതൊക്കെ ആയുധങ്ങളാണ് ഉപയോഗിച്ചത്? ഏതൊക്കെ സ്ഥലങ്ങളാണ് ആക്രമണത്തിന് ഇരയായത്? ജമ്മു കാശ്മീർ മേഖലയിൽ ഒരു യുദ്ധവിമാനം വീണ് തകരുന്നതും അതിൽ സ്ഫോടനമുണ്ടാകുന്നതും ചില വീഡിയോസിലൂടെ സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. ഈ യുദ്ധവിമാനം ആരുടേത്? ഇന്ത്യയുടേതാണോ പാകിസ്ഥാന്റേതാണോ? ഇങ്ങനെ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് വിശദമായി അറിയാം. ആദ്യത്തെ കാര്യം, ഏതൊക്കെ പ്രദേശങ്ങളിൽ അറ്റാക്ക് നടന്നു എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കതിപ്പോൾ കാണാൻ സാധിക്കും. ഏകദേശം 9 മേഖലകളിലാണ് ഈ ആക്രമണം സംഭവിച്ചിരിക്കുന്നത്. സാധാരണ പാകിസ്ഥാന് എതിരെയുള്ള കൗണ്ടർ സ്ട്രൈക്സ് നടത്തുമ്പോൾ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിനുള്ളിലാണ് ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത്. വളരെ ആഴത്തിൽ പാകിസ്ഥാൻ പ്രദേശത്തിനുള്ളിലേക്ക് ചെന്ന് നമ്മൾ വലിയ ആക്രമണങ്ങളൊന്നും നടത്തിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പാകിസ്ഥാനുള്ളിൽ ഏകദേശം 150 കിലോമീറ്റർ ഉള്ളിലേക്ക് ചെന്ന് ഒരു പട്ടണത്തെ തന്നെ ആക്രമിച്ചു. ആ പട്ടണം ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ പാകിസ്ഥാനിലെ ആളുകൾ തന്നെ വീഡിയോ ആയി എടുക്കുകയും സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ട്വിറ്ററിലൊക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം വ്യാജ പ്രചരണങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്ത് ട്വിറ്റർ എന്ന സോഷ്യൽ മീഡിയ ബാൻ ചെയ്തിരിക്കുകയാണ്. പിന്നെങ്ങനെയാണ് ഇവരിങ്ങനെ ഉപയോഗിച്ച് ഈ വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ VPN ഉപയോഗിച്ചാണ്. ഇന്ത്യയിൽ ആർക്ക് വേണമെങ്കിലും VPN ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ലീഗലി VPN ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ സർക്കാരിൽ നിന്ന് അവർക്കുള്ള ഒരു അനുമതി വാങ്ങണം. അപ്പോൾ പാകിസ്ഥാൻ സർക്കാരിൽ നിന്നും അനുമതി വാങ്ങി VPN ഉപയോഗിക്കുന്നവർ തീർച്ചയായും സാധാരണ ജനങ്ങളായിരിക്കില്ല, സാധാരണ പൗരന്മാരായിരിക്കില്ല. പാകിസ്ഥാൻ സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ പാകിസ്ഥാൻ സർക്കാരിന് വേണ്ടി ഇങ്ങനെയുള്ള പണികൾ ചെയ്യുന്ന ആളുകൾ തന്നെയായിരിക്കണം ഇന്ത്യക്കെതിരെയുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ട്വീറ്റുകളും നമുക്കങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ സാധിക്കില്ല. അത്ര കാര്യമായി എടുക്കേണ്ട ആവശ്യവുമില്ല. മിസ് ഇൻഫോർമേഷൻസ് എന്നത് വളരെ വേഗത്തിൽ പടരുകയാണ്. ഇതിൽ നിന്നെല്ലാം യഥാർത്ഥ വിവരം എന്താണെന്നുള്ളത് കാത്തിരുന്നറിയേണ്ട ഒരു നിർബന്ധത്തിലാണ്. ഇപ്പോൾ ഈ ആക്രമണത്തിൽ നമ്മൾ ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളത് അറിയാം. ഇന്ത്യൻ വ്യോമസേന സ്കാൽപ്പ് കൂടാതെ ഹാമർ മിസൈൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സ്കാൽപ്പ്, ഹാമർ മിസൈൽസ് ഇവ രണ്ടും റഫേൽ യുദ്ധവിമാനത്തിൽ നിന്നാണ് അയച്ചിട്ടുള്ളത്. സ്കാൽപ്പ് എന്നതിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്, അതാണ് സ്റ്റോം ഷാഡോ. ഉക്രൈൻ യുദ്ധത്തിൽ ഈ സ്റ്റോം ഷാഡോ അതിന്റെ കഴിവ് പല സ്ഥലങ്ങളിലും തെളിയിച്ചിട്ടുണ്ട്. എത്ര തന്നെ റഷ്യൻസ് അതിനെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതൊരു കാപ്പബിളായ മിസൈൽ തന്നെയാണ്. പാകിസ്ഥാന് ഇതിനെ തീർച്ചയായും ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഈ മിസൈലിന്റെ റേഞ്ച് എന്നത് 250 കിലോമീറ്റർ ആണ്. റഫേൽ നിന്ന് മാത്രമേ ഇതിനെ അയക്കാനും സാധിക്കുകയുള്ളൂ. കൂടാതെ ഹാമർ എന്ന മിസൈൽ ഇത് INS GPS ഗൈഡഡ് മിസൈൽ ആണ്. ഇതിന്റെ റേഞ്ച് ഏകദേശം 70 കിലോമീറ്റർ. ഇതിന് മുൻപ് ബാലക്കോട്ടിൽ നടന്ന സ്ട്രൈക്കിനും ഇതിനും എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ബാലക്കോട്ടിൽ സ്ട്രൈക്ക് ചെയ്തപ്പോൾ നമ്മൾ പാകിസ്ഥാൻ എയർ സ്പേസിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി ചെയ്തിട്ട് വന്നു. എന്നാൽ ഇത്തവണ നമ്മുടെ എല്ലാ യുദ്ധവിമാനങ്ങളും ഇന്ത്യൻ ഓക്യുപ്പൈഡ് ടെറിട്ടറിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് ടെറിട്ടറിക്ക് ഉള്ളിൽ നിന്ന് മാത്രമാണ് ഇതിനെ അയച്ചത്. POJക്ക് ഉള്ളിലും പോയിട്ടില്ല, ഇനി പാകിസ്ഥാൻ ടെറിട്ടറിക്ക് ഉള്ളിലേക്കും പോയിട്ടില്ല. നമ്മുടെ ഇന്ത്യൻ ടെറിട്ടറിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ആക്രമണം നമ്മൾ ചെയ്യുകയും ലാൻഡ് ആവുകയും ചെയ്തു. ഇപ്പോൾ എയർഫോഴ്സിനും അപ്പുറം ഇന്ത്യൻ ആർമി ബ്രഹ്മോസ് കൂടാതെ നമ്മുടെ പ്രളയ് ബാലിസ്റ്റിക് മിസൈൽസ് ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്നുള്ള ചില വിവരങ്ങളും വരുന്നുണ്ട്. കാരണം ഇന്ത്യൻ ആർമി ഇൻവെന്ററി സംബന്ധിച്ചിടത്തോളം ലോങ് റേഞ്ച് മിസൈൽസ് എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മോസും പ്രളയ് ബാലിസ്റ്റിക് മിസൈൽസുമാണ്. ഷോർട്ട് റേഞ്ചിന് പിനാക്കാസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഷോർട്ട് റേഞ്ചിന് പിനാക്കാസ് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത വളരെ വളരെ കുറവെന്നാണ് പറയപ്പെടുന്നത്. ഒന്നുകിൽ ഇത് ബ്രഹ്മോസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് പ്രളയ് ബാലിസ്റ്റിക് മിസൈൽ ആയിരിക്കണം. ഇപ്പോൾ ഈ 2 ആർമി എയർഫോഴ്സിന്റെ ആക്രമണം എല്ലാം ഇന്ത്യൻ ടെറിട്ടറിക്ക് ഉള്ളിൽ നിന്നാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു ചോദ്യം വരണം, നമ്മുടെ യുദ്ധവിമാനങ്ങൾ അങ്ങനെ പാകിസ്ഥാനുള്ളിൽ നുഴഞ്ഞു കയറിയിട്ടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ജമ്മു കാശ്മീരിൽ ക്രാഷ് ആയത് ഏത് വിമാനമായിരിക്കും എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാകാം. ആദ്യത്തെ കാര്യം, ജമ്മു കാശ്മീരിൽ ക്രാഷ് ആയത് ഒരു യുദ്ധവിമാനം തന്നെയാണ്. ഇത് നമുക്ക് 200% ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം അതിന്റെ വീഡിയോ എവിഡൻസ് ലഭിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ യുദ്ധവിമാനത്തെ ഒരു സർഫസ് ടു എയർ മിസൈൽ ചെന്ന് വെടിവെച്ച് വീഴ്ത്തുന്നതും അതിനുശേഷം ആ യുദ്ധവിമാനം താഴെ വീണ് പൊട്ടിത്തെറിച്ച് ആ യുദ്ധവിമാനത്തിന്റെ ഒരു കുക്ക് ഓഫ് ആയി ആകാശത്തിൽ പറക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു യുദ്ധവിമാനമെന്ന് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും. സർഫസ് ടു എയർ മിസൈൽ അതിനെ വെടിവെച്ച് വീഴ്ത്തി. എന്നാൽ ഇവിടെ വരുന്നൊരു ചോദ്യം,
ഇതാരുടെ യുദ്ധവിമാനം എന്നതാണ്. ഇപ്പോൾ ഈ ക്രാഷ് ഹൈറ്റിലേക്ക് ചെന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്, ഒരു 19 മിനിറ്റോളം വരുന്ന വീഡിയോ. അത് ഇഞ്ച് ബൈ ഇഞ്ചായി പരിശോധിക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം ഇത് ഈ വിമാനമാണ് എന്ന് നമുക്ക് ഒരിക്കലും തറപ്പിച്ച് പറയാനും തീരുമാനിക്കാനും സാധിക്കുന്നില്ല. പക്ഷെ ഒരു പരിധിവരെയും നമുക്കതിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആദ്യത്തെ കാര്യം അറിയാൻ സാധിക്കുന്നത്, വെറും ഒരു എഞ്ചിൻ മാത്രമാണ് ഈ ക്രാഷായ വിമാനത്തിലുള്ളത്. അപ്പോൾ ഇതൊരു സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റ് ആണ്. സിംഗിൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ പക്കൽ ഒരുപാട് വിമാനങ്ങളുണ്ട്. പറഞ്ഞു വന്നാൽ അവരുടെ പക്കൽ ട്വിൻ എഞ്ചിൻ എയർക്രാഫ്റ്റ് തന്നെ ഇല്ല, എല്ലാം സിംഗിൾ എഞ്ചിൻ ആണ്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലിമിറ്റഡ് ഓപ്ഷൻസ് ആണ്. ഒന്നുകിൽ നമ്മുടെ മിറാഷ് 2000 അല്ലെങ്കിൽ നമ്മുടെ തേജസ് പോലുള്ള യുദ്ധവിമാനം. ഇപ്പോൾ ഈ സിംഗിൾ എഞ്ചിനിൽ വീണ്ടും നമ്മൾ ഡീറ്റെയിൽഡായി നോക്കുമ്പോൾ അതിൽ ചില പ്രധാനപ്പെട്ട ഘടനാപരമായ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട്. അത് വച്ച് ഒരുപാട് ഇനീഷ്യൽ റിപ്പോർട്ട്സും വരുന്നുണ്ട്. അതിൽ പറയുന്നത് ഇതൊരു RD-33 എഞ്ചിൻ എന്നാണ്. RD-33 എന്നത് റഷ്യൻ മെയ്ഡ് എഞ്ചിനാണ്. ഇനി RD-33 ആണ് ഇത് എന്നുണ്ടെങ്കിൽ ക്രാഷായ വിമാനം JF-17 തണ്ടർ. ഇങ്ങനെ ഒരു വശം അഭിപ്രായം പറയുമ്പോൾ മറുവശം പറയുന്നത് ഈ ഒരു വിമാനം, അതിൻ്റെ രൂപകൽപ്പന, ആ വിമാനത്തിൻ്റെ ആ മൂക്കിൻ്റെ ഭാഗം, ഈ മൂക്കിൻ്റെ ഭാഗം മറ്റൊരു സൈഡ് വീണ് കിടക്കുന്നൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതും വീഡിയോ ഫോട്ടോ എടുത്ത് ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ട്. ആ മൂക്കിൻ്റെ ഭാഗം കറുത്ത നിറത്തിലാണ്. JF-17ലും ഇങ്ങനെ നോസ് പോർഷൻ ബ്ലാക്ക് കളറിലായിരിക്കും. ഇന്ത്യയുടെ മിറാഷ് 2000ലും ഇതുപോലുള്ള നോസ് പോർഷൻ ബ്ലാക്ക് നിറത്തിലായിരിക്കും. അപ്പോൾ ആദ്യമേ നമ്മൾ പറഞ്ഞു ഇത് ട്വിൻ എഞ്ചിൻ ഫൈറ്റർ ജെറ്റ് അല്ല, സിംഗിൾ എഞ്ചിൻ ഫൈറ്റർ ജെറ്റ് ആണെന്ന്. അപ്പോൾ ഈ നോസ് പോർഷൻ കറുത്ത നിറത്തിലാണെങ്കിൽ അത് ഇന്ത്യയുടെ സിംഗിൾ എഞ്ചിൻ ഫൈറ്റർ ജെറ്റിൽ നോക്കിയാൽ മിറാഷ് 2000 മാത്രമാണ്. അപ്പോൾ ഇത് മിറാഷ് 2000 ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്നും ഒരു വിഭാഗം ക്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷെ പാകിസ്ഥാൻസ് പറയുന്നത്, ആദ്യത്തെ 1 മണിക്കൂറിൽ അവർ പറഞ്ഞത് ഇന്ത്യയുടെ 2 യുദ്ധവിമാനങ്ങളെ ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയെന്ന്. അടുത്തൊരു 3 മണിക്കൂർ കഴിഞ്ഞ് പറഞ്ഞത് ഞങ്ങൾ 5 യുദ്ധവിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയെന്ന്. ഇനി ഒരു പക്ഷെ അടുത്ത ചില മണിക്കൂറുകൾ കഴിഞ്ഞ് അവർ വന്ന് പറയും ഇന്ത്യ അയച്ച റോക്കറ്റിനെ പോലും ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തി എന്നൊക്കെ വെറുതെ കഥ പറയും. ഇതൊക്കെ പാകിസ്ഥാന്റെ ഒരു പ്രൊപ്പഗണ്ട പരത്തുന്ന രീതിയാണ്. ഇപ്പോൾ ഇവയിൽ നിന്നെല്ലാം ഈ മിസ്ഇൻഫോർമേഷൻസിനെ മാറ്റി ആക്ച്വലി എന്ത് നടന്നു എന്നുള്ളത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങി റിസർച്ച് ചെയ്താൽ മാത്രമേ അറിയാൻ സാധിക്കൂ. അപ്പോൾ RD-33 എഞ്ചിൻ്റെ ആ ഒരു സ്ട്രക്ചർ, ആ ഒരു രീതി, അതും ഈ ക്രാഷായ വിമാനത്തിലെ എഞ്ചിനും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇത് JF-17 ആയിരിക്കാനുള്ള കൂടുതൽ സാധ്യതയുണ്ട്. ഇത് ആരംഭത്തിൽ മനസ്സിലായി. എന്നാൽ ഇനി ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് നോക്കിയാൽ ഇതുവരെയും ഈ ഒരു ഓപ്പറേഷനിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ യുദ്ധവിമാനങ്ങളും കൂടാതെ ആ യുദ്ധവിമാനങ്ങളുടെ പൈലറ്റ്സ് എല്ലാവരും വളരെ സേഫായി റിട്ടേൺ ആയി എന്ന് ഇന്ത്യയുടെ ഒഫീഷ്യൽ ഡിഫൻസ് മിനിസ്ട്രി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാന്റെ ഭാഗം നോക്കിയാൽ അവരുടെ ഡിഫൻസ് മിനിസ്ട്രി പറയുന്നത് ഇന്ത്യയുടെ 2 യുദ്ധവിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തി എന്ന് CNN-ൽ പോയി സംസാരിച്ചു. പക്ഷേ പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്ട്രി പറയുന്ന ഈ ഒരു അഭിപ്രായം നമ്മൾ എന്തുകൊണ്ട് അത്ര ഗൗരവമായി എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇതേ ഡിഫൻസ് മിനിസ്ട്രി അതിനുശേഷം മറ്റൊരു വിവരം കൂടെ നൽകി. ഇന്ത്യയുടെ സൈനികരെ ഞങ്ങൾ പ്രിസണർ ഓഫ് വാറായി പിടിച്ചു വെച്ചിട്ടുണ്ട് എന്ന്. ഈ ന്യൂസ് വളരെ വൈറലായി പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അടുത്ത ചില മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഒരു വാർത്ത വന്നത്. അതേ ഡിഫൻസ് മിനിസ്ട്രി പറയുകയാണ്, ഇല്ലില്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ ഏതൊരു ഇന്ത്യൻ പട്ടാളക്കാരെയും പ്രിസണർ ഓഫ് വാറായി പിടിച്ചിട്ടേ ഇല്ല എന്ന്. അപ്പോൾ ഇങ്ങനെ പരസ്പര വിരുദ്ധമായ വിവരങ്ങൾ പാകിസ്ഥാന്റെ ഒഫീഷ്യൽസ് നിന്ന് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് വരുന്ന എല്ലാ വാർത്തകളും നമ്മെക്കൊണ്ട് അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഇങ്ങനെ പാകിസ്ഥാൻസ് ഒരു വശത്ത് 5 യുദ്ധവിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തിയെന്നും പറയുന്നു. നമ്മൾ പറയുന്നത് ഇന്ത്യൻ എയർ സ്പേസ് കഴിഞ്ഞ് പാകിസ്ഥാൻ എയർ സ്പേസിനുള്ളിൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ നുഴഞ്ഞിട്ടേ ഇല്ല എന്ന്. അപ്പോൾ പിന്നെ എങ്ങനെ നിങ്ങളെ കൊണ്ട് വെടിവെച്ച് വീഴ്ത്താൻ കഴിയുമെന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, സർഫസ് ടു എയർ മിസൈൽസ് വഴി ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ ഓക്കുപ്പൈഡ് ടെറിട്ടറിയിലാണ് ഈ ഒരു യുദ്ധവിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ട വിമാനം. അപ്പോൾ ഈ സാഹചര്യമെല്ലാം വെച്ച് നോക്കുമ്പോൾ ശത്രുവിൻ്റെ യുദ്ധവിമാനം നമ്മുടെ ടെറിട്ടറിക്കുള്ളിലേക്ക് വന്നതിന് ശേഷം അതിനെ വെടിവെച്ച് വീഴ്ത്തിയതായിരിക്കാനാണ് സാധ്യത. ഇനി മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയാൽ ഇതിന് ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. 2019 നമുക്ക് സ്വന്തമായി ഒരു ഹെലികോപ്റ്ററിനെ തന്നെ നമ്മൾ വെടിവെച്ച് വീഴ്ത്തിയായിരുന്നു, കമ്മ്യൂണിക്കേഷൻ എറർ കാരണം. അങ്ങനെ ഏതെങ്കിലും ഒരു എറർ കാരണം നമ്മുടെ യുദ്ധവിമാനത്തെ നമ്മൾ തന്നെ വെടിവെച്ച് വീഴ്ത്തിയിരിക്കാൻ ഒരു സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഈ ക്രാഷ് അത് നമ്മുടെ യുദ്ധവിമാനമാണെങ്കിൽ മാത്രം ഈ ഒരു പോസിബിലിറ്റിയാണുള്ളത്. എന്നാൽ സത്യം എന്താണെന്നുള്ളത് നമുക്ക് ഒഫീഷ്യൽ ഡിഫൻസ് മിനിസ്ട്രി സൈഡിൽ നിന്ന് വരുന്ന വിവരങ്ങൾക്ക് ശേഷം മാത്രമേ ഉറപ്പിക്കാനും കഴിയും. അത് വന്നു കഴിയുമ്പോഴേ എക്സാക്ട് എത്ര വിമാനങ്ങൾ ലോസായി, പാകിസ്ഥാന്റെ സൈഡിൽ എത്ര ലോസായി എന്ന് അറിയാൻ സാധിക്കും. ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ച് യാതൊരു ഒളിവ് മറവും നമുക്ക് കാണുകയില്ല. നമ്മൾ ആർക്കു വേണ്ടിയും നമ്മുടെ ലോസസിനെ മറച്ചു വയ്ക്കണമെന്നുള്ള ആവശ്യവുമില്ല. എന്നാൽ പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ വളരെ മോശമാണ്.
കാർഗിൽ യുദ്ധത്തിൽ അവരുടെ സ്വന്തം സൈനികരെ സംസ്കരിക്കാൻ വിസമ്മതിച്ച, അവരുടെ മൃതദേഹം വാങ്ങാൻ വിസമ്മതിച്ച ഒരു സൈന്യവുമായാണ് നമ്മളിപ്പോൾ യുദ്ധം ചെയ്യുന്നത്. അത് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയേ മതിയാവുകയുള്ളൂ. അപ്പോൾ ഈ വെടിവെച്ച് വീഴ്ത്തിയത് JF-17 ആണെങ്കിൽ കൂടിയും പാകിസ്ഥാൻ പറയും ആ വിമാനത്തിന് ഞങ്ങൾക്കും യാതൊരു ബന്ധവും ഇല്ല എന്ന്. ഇത് മാത്രമേ പറയുകയുള്ളൂ. അപ്പോൾ ഇതാണ് പാകിസ്ഥാൻസിൻ്റെ ഒരു മൈൻഡ് സെറ്റ്. പരാജയപ്പെടുകയാണെങ്കിൽ അവർക്കും എനിക്കും യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയും. അവർ എത്രത്തോളം ധൈര്യത്തോടു കൂടി പോരാടി എന്നുള്ളതൊക്കെ പിന്നെ പാകിസ്ഥാൻ മറക്കും. അവർക്ക് യാതൊരു പ്രശ്നവും കാണില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മുടെ ഉള്ളത്. മിസ് ഇൻഫോർമേഷൻസ് വളരെ അധികമായി പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ വളരെ ക്ഷമയോടുകൂടി തന്നെ നോക്കിക്കാണണം. ഇപ്പോഴത്തേക്ക് സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ: മിസൈൽസ് ആക്രമണം. ഈ മിസൈൽസ് ആക്രമണം പാകിസ്ഥാൻ തന്നെ വീഡിയോ ആയി എടുത്ത് അവരുടെ ട്വിറ്റർ, സോഷ്യൽ മീഡിയസിലെല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ജമ്മു കാശ്മീരിൽ ക്രാഷ് ആയ ആ ഒരു എയർക്രാഫ്റ്റ്, ഇതൊരു ഫൈറ്റർ ജെറ്റ് ആണ്. ഇതിൽ ആയുധങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇതിൽ ഇനേർട്ട് ആയുധങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടില്ല. കാരണം വീണതിന് ശേഷം അതിലുള്ള ഒരു ആയുധം കുക്കോഫൈ പറക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ആക്റ്റീവ് കോമ്പാക്റ്റിൽ ഉണ്ടായിരുന്ന യുദ്ധവിമാനം ക്രാഷ് ആയതാണ്. ഈ ക്രാഷായ യുദ്ധവിമാനം ഒരു സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റ് ആണ്. സിംഗിൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ 2 രാജ്യങ്ങളും അത് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2 യുദ്ധവിമാനം, ഒന്ന് മിറാഷ് 2000 അല്ലെങ്കിൽ തേജസ് യുദ്ധവിമാനം. പക്ഷേ പാകിസ്ഥാൻ സൈഡിൽ അങ്ങനെ അല്ല. അവരുപയോഗിക്കുന്ന എല്ലാ യുദ്ധവിമാനങ്ങളും സിംഗിൾ എഞ്ചിനാണ്. അവരുടെ പക്കൽ ട്വിൻ എഞ്ചിൻ എയർക്രാഫ്റ്റ് ഇല്ല. അപ്പോൾ ഈ ഒരു എയർക്രാഫ്റ്റ് സാധ്യത അനുസരിച്ച് നോക്കിയാൽ പാകിസ്ഥാൻ്റെതായിരിക്കാൻ കൂടുതൽ സാധ്യത. പക്ഷേ ചെറിയൊരു പോസിബിലിറ്റി നമ്മുടെ ഇന്ത്യയുടെ മിറാഷ് 2000 വരുന്നുണ്ട്. തേജസിൽ ഇങ്ങനെ കറുത്ത നിറത്തിലുള്ള നോസ് പോർഷൻ നമ്മൾ മാനുഫാക്ചർ ചെയ്തിട്ടില്ല. അപ്പോൾ തേജസ് ആയിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ മിറാഷ് 2000 അല്ലെങ്കിൽ JF-17 അല്ലെങ്കിൽ F-16 ഫൈറ്റർ ജെറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായി നിലവിലെ സാഹചര്യം മനസ്സിലാക്കി തന്നിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അപ്ഡേറ്റ്സ് നമുക്ക് അടുത്തടുത്ത ഭാഗങ്ങളിലൂടെ അറിയേണ്ടതുണ്ട്. ആ യുദ്ധവിമാനം, ക്രാഷ് ആ യുദ്ധവിമാനം ഏതാണ്, 2 വശത്തും എന്തൊക്കെ ലോസ് സംഭവിച്ചു, ഇവയെല്ലാം അടുത്ത ഭാഗത്തിലൂടെ നമുക്ക് വിശദമായി അറിയാം. ഇവയെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.